ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്നൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയാലോ. പക്ഷേ ഓട്സ് എല്ലാ ദിവസവും കഴിക്കുന്നത് അത്ര ശരിയായ കാര്യമല്ല കേട്ടോ. അതുകൊണ്ട് എല്ലാ ദിവസവും കഴിക്കേണ്ട, വല്ലപ്പോഴൊക്കെ നിങ്ങൾക്ക് ആവാം. ഇപ്പോൾ ഞാൻ ആഡ് ചെയ്തിരിക്കുന്ന ഒരു ചിയാ സീഡ്സ് ഉണ്ട്, ബനാന ഉണ്ട്, വാൾനട്ട് ഉണ്ട്, പംകിൻ സീഡ്സ്, കാഷ്നട്ടും ബദാമും, പിന്നെ ലോ ഫാറ്റ് സ്ട്രോബെറിയുടെ യോഗട്ടും കുറച്ച് ഹണിയും ചേർത്ത് അങ്ങോട്ട് കഴിക്കുന്നത്. ഈ കുഴയ്ക്കുന്ന പുട്ടിന്റെ മാവ് അതെനിക്കുള്ളതല്ല കേട്ടോ, വൈഫിനുള്ളതാണ്. വൈഫ് പറയുന്നത് പുട്ടാണ് ഹെൽത്തി എന്നാണ്. പണ്ടൊക്കെ ഞാൻ ഇഷ്ടം പോലെ പുട്ട് കഴിച്ചു തന്നെയാണ് ഇപ്പോൾ പുട്ട് പോലെ ഇരിക്കുന്നതെന്ന് തോന്നുന്നു. ഒരാൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് മേക്കപ്പ് അടിക്കാനുള്ള പുറപ്പാടിലാണ്. പണ്ടൊക്കെ എണ്ണ ഉപയോഗിച്ചിരുന്നത് മീൻ പൊരിക്കാനും മീൻ കറി വെക്കാനൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരാൾ മേക്കപ്പ് റിമൂവ് ചെയ്യാനായിട്ട് എണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ജിമ്മ് കഴിഞ്ഞപ്പോഴത്തേക്കും വാവക്കൂട്ടം ബേബി സിറ്റിംഗ് കൊണ്ട് റെഡി ആവണം. അപ്പോഴത്തേക്ക് എന്റെ സെക്കൻഡ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് 150 ഗ്രാം റെഡ് കിഡ്നി ബീൻസും പുട്ടും ഫുൾ ആക്കും. അപ്പോഴത്തേക്ക് വാവക്കൂട്ടം പുതിയ ഹെയർ സ്റ്റൈലൊക്കെ ആയിട്ട് റെഡി ആയിട്ടുണ്ട് ബേബി സിറ്റിംഗ് പോകാനായിട്ട്. ഇങ്ങോട്ട് കൊണ്ടുപോകാമേ എന്റെ ബാഗ് എന്ന് പറഞ്ഞത് തൂക്കിയിട്ട് ആടി വരുന്ന ഒരു വരക്കം കണ്ടില്ലേ. വേറൊരു കാര്യത്തിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും സമാധാനമുള്ളത്, സ്കൂൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വാവയ്ക്ക് സ്കൂളിൽ പോകാനുള്ള മടിയൊന്നും ഉണ്ടാവില്ല. കാരണം അവൾ ബേബി സിറ്റിംഗ് പോകുമ്പോഴത്തേക്കും ഒരു മടിയും കാണിക്കാറ്. ബേബി സിറ്റിംഗിന്റെ ഡോറിന്റെ ഫ്രണ്ടിൽ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ഒറ്റ ഓട്ടമാണ് അങ്ങ് അകത്തോട്ട്. പിന്നെ എന്നെ തിരിഞ്ഞു പോലും വാവ നോക്കാറില്ല. സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ഇനിയും ടൈമില്ല. അപ്പം നമുക്ക് കണ്ടറിയാം. സ്വത്തുള്ള